ഹലോ മൈ ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഗായ്സ് നമ്മൾ വയനാട് എന്നിട്ട് രണ്ടാമത്തെ സ്ഥലം കുഞ്ഞോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. സിനു അപ്പുറത്തെ വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ട് പോകണ വെച്ചാ എവിടെടി? നമ്മളിന്ന് മുണ്ടക്കായ്ക്കാണ് പോണത്. നമ്മുടെ ചൂരൽമല. നമ്മുടെ ഒരു ഫാമിലി ഉണ്ട്, ഉമ്മച്ചിന്റെ കുടുംബക്കാരുണ്ട് അവിടെ. നമുക്ക് ആ ഒരു സംഭവത്തൊന്നും ഉമ്മച്ചിക്ക് വരായിരുന്നു, പക്ഷെ നമുക്കൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. ഉമ്മച്ചിക്ക് വരായിരുന്നു ആ സമയത്ത്. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് അതൊന്ന് സെറ്റായത്. അപ്പം ഇൻഷാല്ലാ നമ്മൾ അവരെ പോയി ഒന്ന് കാണാം. നമുക്ക് അങ്ങനെ ഈ വരുന്നവർക്കൊന്നും അലൗഡ് അല്ല, പക്ഷെ നമ്മൾ ഫാമിലിക്ക് പോയി കാണാം. അങ്ങനെ പോയി കാണുകയാണ് ഞങ്ങള്. ഇൻഷാല്ലാ അവരൊന്ന് പോയി കണ്ട് ഒന്നാക്കണം. അപ്പൊ തന്നെ ഗൈസ് എല്ലാരും ഉണ്ട്. നമ്മുടെ ഫ്രണ്ടില് അളിയന്റെ വണ്ടി പോകുന്നുണ്ട്, പിന്നെ നമ്മളും. അപ്പൊ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോയില്ല. സ്ഥലം നമ്മൾ കാണാൻ വന്ന സ്ഥലം ഈ കല്ലുകളാണ് താത്ത. ഈ കല്ലുകളാണ് ഈ പുഴയിൽ കൂടെ ഒഴുകി വെച്ചത്. ഇതൊരു പുഴ ഇത് എവിടെ പൊട്ടിയത് വെച്ചാൽ കുറേ അപ്പുറത്താണ്, കുറേ അപ്പുറത്താണ്. പക്ഷെ ആ വെള്ളം ഗൈസ് ഇതാണ് മറ്റേ അവിടെ നമ്മുടെ മുണ്ടക്കയിൽ പൊട്ടിയ സ്കൂൾ കിട്ടും. ഇതെങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. കണ്ട ഗൈസ് ഫുള്ളും കല്ലും മണ്ണും. പിന്നെ ഇപ്പുറത്തുണ്ട് കേട്ടോ. നമ്മൾ ന്യൂസിൽ കണ്ട പോലൊക്കെ ഇവിടെ ഇതാക്കിക്കാനാണ് വെള്ളം ഒഴിക്കുന്നുണ്ടല്ലേ. നമ്മളിപ്പോൾ ഇത് നടക്കുന്ന അവരൊരു ഉണ്ടാക്കി ഇരുമ്പിൻ്റെ ഒരു ബ്രിഡ്ജില്ലേ, ആയിക്കോട്ടെ ഗൈസ്. ഇവിടെ മാത്രല്ല കേട്ടോ എടി, പിന്നെ എവിടെയൊക്കെ എടി ഇനിയും സ്ഥലങ്ങൾ പൊട്ടുണ്ട്. ഇത് പൊട്ടിയത് വേറെ ഏതോ ഒരു സ്ഥലത്താണ്. അവിടെ നിന്ന് അത് അങ്ങോട്ടൊന്ന് കാണിക്കുകയും ആ ഒരു വഴിയാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ. അവിടെ ക്യാമ്പ് ശരിക്കും കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇത് എന്താ പറയാ, നമ്മുടെ ഒരു ഫീൽ ആവുന്നത്. അവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ആ പുഴ, കുഞ്ഞിയ ചാരി. ഇവിടെ ഫുള്ളും പോലീസുകാരും കാര്യങ്ങളൊക്കെ കേട്ടോ. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ. വേറെ കാര്യങ്ങളോ വീഡിയോസ് ഒന്നും അലൗഡ് അല്ല. പിന്നെ ഇവിടെ ഉണ്ടായ ഒരു അമ്പലമായിരുന്നു ഇട്ടത്. ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ തറഭാഗം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഇതും അവിടെ തീ എത്തുന്നുണ്ട് അല്ലേ, തിരി എത്തിച്ചിട്ടുണ്ട്. അവര് ഈ ചെറിയ ചെറിയ സ്വപ്നങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും ഇതുമായിട്ട് അവർ ജീവിച്ചു. അവരുടെ ജീവിതത്തെ അടിച്ച് മറിച്ചതാരും വരും ഒരുപാട് റിസോർട്ടുകൾ. ഈ അപകടങ്ങൾ സംഭവിക്കുന്ന 80ഓളം റിസോർട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിസോർട്ടുകൾ വന്ന് ഈ മലകളൊക്കെ ഇടിച്ച് താഴ്ന്ന് അവിടെയൊക്കെ ഓരോ വീടുകൾ പിന്നെ റിസോർട്ട് കെട്ടി. ഈ വയനാടിന്റെ പല പ്രദേശങ്ങളിലും ഇതേമാതിരിക്കുള്ള ബിൽഡിങ് കാടുകൾ ഉണ്ടാക്കാൻ അനുമതിയില്ല. അതൊക്കെ മറികടന്ന് ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ്. പിന്നെ ഇവിടുന്ന് കേട്ടോ പൊട്ടി പോകുന്നത്. നിങ്ങൾക്ക് അവിടെ സൂം എത്തുന്നത് അറിയില്ല. കണ്ട അവിടുന്നാണ് പൊട്ടി വന്നത് ഗൈസ്. പിന്നെ ഇവിടെ അല്ലമ്മ പുഴ ഉണ്ടായി, ഈ സൈഡിലായിരുന്നു പുഴ ഉണ്ടായി. പിന്നെ ഡയറക്ഷൻ മാറി സ്കൂളിന്റെ അങ്ങോട്ട് വന്നു ഗൈസ്. ഈ സ്കൂള് വലിയ ഫേമസ് ആയ സ്കൂളാട്ടോ. മൊത്തത്തിൽ അടിച്ചു വന്നായിരുന്നെങ്കിൽ ഈ വന്ന സംഭവങ്ങളൊക്കെ ഒരുമിച്ചിട്ട് വരുന്നതായിരുന്നെങ്കിൽ ഇതൊക്കെ പോയിട്ടുണ്ടാവും. ഈ കടകളും കാര്യങ്ങളൊക്കെ സ്കൂൾ റോഡ് ഇവിടെ 250 വീട് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. 250 വീട് സ്കൂൾ റോഡിൽ. നമ്മളിനി പോണം കണ്ട വെച്ചാൽ നമ്മള് ഇവിടെ ഈ ടൗണിന്റെ ബാക്കിലുണ്ട് വീട്ടുകൾ കേട്ടോ. ഓരോ വീട്ടുകളുടെ പാത്രങ്ങളും ഒക്കെ പോയിരുന്നു കേട്ടോ. നമുക്ക് ഓടെ കളകി പോന്നിട്ടുണ്ട്. ് 28 മണിക്കൂറിനുള്ളിൽ ആ പാലം ഉണ്ടാക്കിയത് ആർമിക്കാർ.
അവിടുന്ന് കണ്ടു പോകുന്നു അല്ലേ. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ അവരെല്ലാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കണ്ടു. ഭയങ്കരായിട്ടൊരു ഇത് അത് കാണുമ്പോ എന്താ എല്ലാവരുടെ സ്ഥിതി ഇതല്ലേ. ഒറ്റ ദിവസം കൊണ്ട് ആ വീട്ടിൽ നിന്ന് എത്ര ആളുകൾ എന്തൊക്കെ ആഗ്രഹം അതൊക്കെ നമ്മളിഞ്ഞിപ്പോ എങ്ങോട്ട് പോണെച്ചാ എന്താണ് മരിച്ച കബറ് ചെയ്ത സ്ഥലത്തേക്കാണ് അല്ലേ. അപ്പൊ അവിടെ പോയിട്ട് കാണട്ടെ. കണ്ടില്ല ഇപ്പ അതേപോലെ അളിയൻ മാമ അവര് മൂന്നാള് മാത്രാണ് മറ്റേ കബർ ചെയ്ത് കൊടുത്തിട്ട് പോയുള്ളൂ. നമ്മള് പുറത്ത് നിൽക്കുന്നു. പുറത്ത് വെച്ചാ കാരണം അവിടെ ഈ DNA എടുത്തിട്ട് മറ്റേ ഓരോ മൃതദേഹങ്ങൾ എടുക്കുകയാണ്. എന്നിട്ട് അവരുടെ ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടി ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു. അത് ഞങ്ങൾ കണ്ടു. ആംബുലൻസുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഒരാളെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോയില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീട് ഇത്രയേ